വലതുപക്ഷ ആക്ടിവിസ്റ്റായിരുന്ന ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രം പുറത്തുവിട്ട് FBI. തലയിൽ തൊപ്പിയും സൺഗ്ലാസും കറുത്ത ടീഷർട്ടും ധരിച്ചയാളുടെ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. സാമൂഹിക മാധ്യമമായ എക്സിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രം FBI പങ്കുവച്ചിട്ടുണ്ട്. KP അഭിലാഷ് നമുക്കൊപ്പം തുടരുകയാണ്. അഭിലാഷ്, നമുക്കറിയാം അമേരിക്കൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു കൊലപാതക വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മളെ തേടിയെത്തിയത്. കിർക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അത്രത്തോളം സ്വാധീനമുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു പൊതുപരിപാടിയിൽ കൊല ചെയ്യപ്പെടുന്നു. പക്ഷേ പ്രതിയിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും എത്താൻ സാധിച്ചിട്ടില്ല എന്നത് സ്വാഭാവികമായും വലിയ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ ഇടവയ്ക്കും. മാത്രമല്ല, പ്രസിഡന്റിന്റെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അഭിലാഷ? ഇപ്പം പങ്കുവെച്ചിട്ടുള്ള ചിത്രം, ആ ചിത്രത്തിലുള്ള ആളെ പിടികൂടുന്നവർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം അടക്കം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലേ? ആര്യ സൂചിപ്പിച്ചതുപോലെ രണ്ട് വാക്കുകൾ, അതായത് ആര്യ ഉപയോഗിച്ച പ്രതിഷേധങ്ങൾ, വിമർശനങ്ങൾ, അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടത് നാണക്കേട് കൂടിയാണ് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ലോക പോലീസ് എന്ന സ്വയം ചമയുന്ന അമേരിക്ക, അവരുടെ രഹസ്യ കണ്ണുകൾ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഉണ്ട് എന്ന് വീമ്പ് പറയുന്ന അമേരിക്ക, ആ അമേരിക്കയിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു നേതാവ് കൊല്ലപ്പെട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഈ പ്രതിയെ പിടികൂടാൻ സാധിക്കുന്നില്ല എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നാണക്കേട് കൂടിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആളിൻ്റെ ചിത്രം അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തലയിൽ തൊപ്പിയും സൺഗ്ലാസും കറുത്ത ടീഷർട്ടും ധരിച്ച ആളിൻ്റെ ചിത്രമാണ് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇയാൾ തന്നെയാണ് പ്രതി എന്ന് ഏതാണ്ട് ഉറപ്പിക്കുന്ന സാഹചര്യം ആണ് ഇപ്പോൾ ഉള്ളത്. FBI ഏതാണ്ട് ഉറപ്പിക്കുന്നു ഈ വ്യക്തി തന്നെയാണ് പ്രതി എന്ന്. ഈ പ്രതിയെ പിടികൂടാൻ ഇപ്പോൾ പൊതുജനങ്ങളുടെ അടക്കം സഹായം FBI തേടുകയും ചെയ്യുന്നുണ്ട്. ഈ വ്യക്തിയെക്കുറിച്ച്, അതായത് ഇപ്പോൾ എക്സിലൂടെ പുറത്തുവിട്ടിട്ടുള്ള ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ട് എങ്കിൽ അത് കൈമാറണം എന്നാണ് FBI ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ കൈമാറുന്നവർക്ക് പാരിതോഷികം അടക്കം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു ചടങ്ങിൽ, ഒരു പൊതു ചടങ്ങിൽ ആണ് ഈ കിർക്ക് വെടിയേറ്റ് മരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പൊതുവേദിയിൽ നടന്ന ചടങ്ങിനിടെ വെടിയേറ്റ് മരിക്കുമ്പോൾ എന്ത് സുരക്ഷിതത്വം ആണ് ഒരുക്കിയിരുന്നത്, എന്ത് സുരക്ഷാ സംവിധാനങ്ങളും മോണിറ്ററിംഗ് സംവിധാനവും ഒക്കെയാണ് ഉള്ളത് എന്ന വലിയ ചോദ്യം കൂടിയാണ് ഇവിടെ ഉയരുന്നത്. ആ ചോദ്യം ഉയരുന്നതിനോടൊപ്പം തന്നെ അങ്ങനെ ഒരു പിഴവ്, നമുക്കറിയാം അമേരിക്കയിൽ ഇപ്പോൾ ഗണ്ണൊക്കെ ഉപയോഗിക്കുന്നതിന് ലൈസൻസ് ഒക്കെയുള്ള സാഹചര്യമുണ്ട്. പലപ്പോഴും അമേരിക്കയിൽ ഇത്തരം വെടിവെപ്പുകൾ നടക്കാറുള്ളതാണ്. പക്ഷേ പ്രതിയിലേക്ക് പെട്ടെന്ന് എത്തുകയോ പ്രതിയെ മണിക്കൂറുകൾക്കകം തന്നെ കീഴടക്കുകയോ ആ ഇടത്ത് വെച്ച് തന്നെ, അതായത് അക്രമം നടത്തുന്ന സ്ഥലത്ത് വെച്ച് തന്നെ പ്രതിയെ പിടികൂടുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള, വലിയ സ്വാധീനം ചെലുത്തിയ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വേണ്ടി പ്രവർത്തിച്ച, ട്രംപിൻ്റെ തന്നെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരാൾ മരണപ്പെട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പോലും പ്രതിയിലേക്ക് എത്തിപ്പെടാൻ ഈ അവിടുത്തെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നത് അങ്ങേയറ്റം വിമർശനത്തിനോടൊപ്പം തന്നെ നാണക്കേടായി മാറുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ മരണപ്പെട്ട ചാർലി കിർക്കിന് മരണാനന്തര ബഹുമതിയായി പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ഡൊണാൾഡ് ട്രംപ് വിജയിച്ച് കയറിയതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആൾ കൂടിയാണ് ചാർലി കിർക്ക്. അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു യാഥാസ്ഥിതിക ആക്ടിവിസ്റ്റ് കൂടിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ടേണിംഗ് പോയിന്റ് USA എന്ന തരത്തിലുള്ള ഒരു സംഘടന 18ാമത്തെ വയസ്സിൽ ആണ് രൂപീകരിക്കുന്നത്. അത് അമേരിക്കൻ സംസ്കാരത്തിലേക്കും പൈതൃകത്തിലേക്കും അമേരിക്കയുടെ വംശത്തിലേക്കും ഉള്ള ഒരു തിരിച്ചുപോക്ക് എന്ന നിലയിൽ, അതായത് കുറച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ മണ്ണിൻ്റെ മക്കൾ വാദം എന്നൊക്കെ പറയുന്നത് പോലെ അമേരിക്കയുടെ സ്വത്വബോധത്തെ തിരിച്ചെടുക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു ആക്ടിവിസ്റ്റ് ആണ്. അതായത് ഈ പുതിയ കാലഘട്ടത്തിൽ പലരും അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട്. അങ്ങനെയല്ല, വിശാലമായ കാഴ്ചപ്പാടോടെയാണ് കാണേണ്ടത്. ഇന്ത്യയിൽ നിന്ന് അടക്കം ജോലിക്ക് എത്തുന്നവരെ പോലും വംശീയമായി കാണുകയും ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അമേരിക്കൻ ജനതയുടെ തൊഴിലവസരങ്ങൾ ഉൾപ്പെടെ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് എന്ന മട്ടിലൊക്കെയുള്ള പ്രസംഗങ്ങൾ പല വേദിയിലും നടത്തിയിട്ടുള്ള ആൾ കൂടിയാണ് കിർക്ക് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നത്, എന്താണ് ഈ കൊലയ്ക്ക് പിന്നിലുള്ള ചേതോവികാരം എന്നതും വ്യക്തമല്ല എന്നുള്ളതാണ്. ഇതിൽ തന്നെ കിർക്ക്
കിർക്കിന് ലക്ഷക്കണക്കിന് അനുയായികളുണ്ട്. നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് പുറമെ പ്രതിവാര പരമ്പരകൾ തന്നെ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പതിനായിരക്കണക്കിന് ആളുകളാണ് ഓരോ തവണയും കേൾക്കുന്നത്. അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുമൊക്കെ പ്രയോജനപ്പെടുത്തുകയും നിരവധിയായ ഫോളോവേഴ്സ് ഉള്ള ആളുമാണ് കിർക്ക്. അതേസമയം ഇതേ ഫോളോവേഴ്സിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ അതൃപ്തരായിരുന്നു, കിർക്കിനോട് വിയോജിപ്പുള്ളവരാണ് എന്ന വിമർശനം കൂടി ഉയരുന്നുണ്ട്. അമേരിക്കയെ പിന്നോട്ടടിക്കുകയാണ് ചെയ്യുന്നത് കിർക്കിനെ പോലെയുള്ളവർ എന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഈ കിർക്കിനെ വെടിവെച്ച് കൊല്ലുവാനുണ്ടായ സാഹചര്യം എന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല. പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചിത്രം, അതായത് ഇപ്പോൾ ഈ കറുത്ത ടീഷർട്ട് ധരിച്ച് തൊപ്പി ധരിച്ചിട്ടുള്ള കറുത്ത ടീഷർട്ടും അതോടൊപ്പം തന്നെ സൺഗ്ലാസും വെച്ചിട്ടുള്ള ഈ വ്യക്തിയാണ് കിർക്കിനെ കൊന്നത് എന്നുള്ളതാണ് FBI പ്രാഥമികമായ നിഗമനം. ഇയാളെക്കുറിച്ചുള്ള വിവരം ആണ് ഇതുവരെയും FBIക്ക് ലഭിക്കാത്തത്. ഈ എന്തെങ്കിലും തരത്തിൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം, ഈ ചിത്രം പുറത്തു വന്നതിന് ശേഷം ഇയാളെ തിരിച്ചറിയുകയോ ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയുകയോ ചെയ്യുന്നവർ അക്കാര്യം അറിയിക്കണം എന്നും അങ്ങനെ അറിയിക്കുന്നവർക്ക് പാരിതോഷികം നൽകും എന്നുമാണ് ഇപ്പോൾ FBI അറിയിച്ചിട്ടുള്ളത്. ആര്യ. യെസ്, KP അഭിലാഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.